പെരിക്കല്ലൂർ പുൽപ്പള്ളി ബത്തേരി റോഡ് BMC റോഡ് പാച്ച് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി 19,91,00,000 രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. IC ബാലകൃഷ്ണൻ MLAയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരും എഞ്ചിനീയേഴ്സിൻ്റെ വിങ്ങും ഇന്നലെ കൂടിയ ഔദ്യോഗിക യോഗത്തിലാണ് പെരിക്കല്ലൂരിൽ നിന്നും തുടങ്ങുവാൻ തീരുമാനമായത്. ഇതിൻ പ്രകാരം ഇന്ന് പെരിക്കല്ലൂരിൽ നിന്നും മണ്ണ് നീക്കുന്ന പ്രവർത്തികൾ ആരംഭിച്ചു കഴിഞ്ഞു. 23 വർഷമായിട്ട് കുണ്ടും കുഴിയുമായി കിടന്ന റോഡ് ശരിയാകും എന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ. മുള്ളംകൊല്ലി പഞ്ചായത്ത് 2ാം വാർഡ് മെമ്പർ ജോസ് നെല്ലേടത്തോട് നമുക്ക് ചോദിക്കാം. സുൽത്താൻ ബത്തേരി പുൽപ്പള്ളി പെരിക്കല്ലൂർ റോഡ് BMBC പാച്ച് വർക്ക് ചെയ്യുന്നതിന് വേണ്ടി 19,91,00,000 രൂപ PW സ്റ്റേറ്റ് ഗവൺമെന്റ് വകയിരുത്തുകയും ഈ റോഡിന്റെ എസ്റ്റിമേറ്റ് 0 മുതൽ 34,200 വരെ BMBC പാച്ച് വർക്കിന് വേണ്ടി എസ്റ്റിമേറ്റ് തയ്യാറാക്കുകയും ചെയ്തു. ഏറ്റവും കഴിഞ്ഞ 24 വർഷങ്ങളായി യാതൊരുവിധ മെയിൻ്റനൻസും നടത്താത്ത പുൽപ്പള്ളി പെരിക്കല്ലൂർ ഭാഗം ആദ്യമേ റോഡ് റീടാർ ചെയ്യുന്നതിന് വേണ്ടി സുൽത്താൻ ബത്തേരി നിയോജകമണ്ഡലം MLAയുടെ നേതൃത്വത്തിൽ തീരുമാനങ്ങൾ എടുക്കുകയും പ്രവൃത്തി ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ മഴ കഴിയുന്നതോടുകൂടി ടാറിംഗ് വർക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് MLA അറിയിച്ചിട്ടുള്ളത്. ഏതായാലും ഈ റോഡിന് വേണ്ടി 110 കോടി രൂപയുടെ ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി സ്റ്റേറ്റ് ഗവൺമെന്റ് PW മിനിസ്റ്ററിന്റെ മുൻപാകെ സമർപ്പിച്ചിട്ടുണ്ടെങ്കിലും അതിനൊന്നും ഫണ്ട് ലഭിക്കാത്ത ഈ സാഹചര്യത്തിൽ ഇത്രയെങ്കിലും ചെയ്തു കിട്ടുന്നത് ഈ പ്രദേശവാസികൾക്ക് വലിയ ഗുണകരമാണ്. ഇതിനുവേണ്ടി മുൻകൈ എടുത്ത സുൽത്താൻ ബത്തേരി നിയോജകമണ്ഡലം MLAയ്ക്കും അതുപോലെ തന്നെ PW മിനിസ്റ്ററിനും അതുപോലെ PW എഞ്ചിനീയർ വിങ്ങിനും എല്ലാം ഈ പ്രദേശവാസികളുടെ ഹൃദയം നിറഞ്ഞ നന്ദി ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. എന്തായാലും 23 വർഷത്തിന് ശേഷം നമ്മുടെ റോഡ് പണി പുനരാരംഭിക്കുകയും തുടങ്ങുകയും നമ്മുടെ IC ബാലകൃഷ്ണൻ സാറിന് നമ്മൾ എല്ലാവിധ നന്ദിയും അറിയിക്കുന്നു. ഞങ്ങളുടെ കഷ്ടപ്പാടെല്ലാം ഓട്ടോറിക്ഷക്കാരുടെ കഷ്ടപ്പാടെല്ലാം മാറുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ റോഡ് ഭയങ്കര മോശമാണ്. ഇതിലെ റോഡിൽ കൂടെ പോയാൽ നടുവടിയുന്ന ഭാഗമാണ്. വണ്ടി എന്നും വർക്ക്ഷോപ്പിൽ കയറ്റാനേ സമയമുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് റോഡ് നന്നാക്കി തരണമെന്ന് അധികാരികളോട് നമ്മൾ പറയുന്നു. ഇപ്പൊ ഈ റോഡ് പാച്ച് വർക്കിംഗ് ആയിട്ട് നടക്കുന്നുണ്ട്. നന്നാക്കും എന്നുള്ള പ്രതീക്ഷയാണുള്ളത്. ആയിക്കോട്ടെ, എത്രയും പെട്ടെന്ന് നന്നാക്കണമെന്നേ നമുക്ക് പറയാനുള്ളൂ. പുൽപ്പള്ളി ന്യൂസിന് വേണ്ടി ഡാമിൻ ജോസഫ്.